Hi, Shine Kumar, business coach, consultant with 30 years experience in corporate ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൺസൾട്ടൻസി വരുന്ന സമയത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ സാധനമാണ് ഞങ്ങളുടെ ഗ്രോത്ത്. ഇപ്പോൾ ടേൺ ഓവറിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യം എന്നല്ല 2 ടൈം തൊട്ട് 10 ടൈം വരെ ചോദിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് പോസിബിൾ? നോ. ബട്ട് പോസിബിൾ എന്നുള്ളതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് മാപ്പിംഗ് ആണ്. മാർക്കറ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടെറൈൻ്റെ അകത്ത് നിങ്ങൾ ഉള്ള പ്രോഡക്റ്റ് വെദർ ഇറ്റ് ഈസ് പോസിബിൾ ടു ഗ്രോ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ഇതാണ് മാർക്കറ്റ് മാപ്പിങ്ങിൽ പഠിക്കുന്നത്. മാർക്കറ്റ് മാപ്പിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് ആ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അത് വോളിയത്തിലായിക്കോട്ടെ, വാല്യൂവിലായിക്കോട്ടെ, പ്രൈസ് പോയിൻറ്റിലായിക്കോട്ടെ, ഈ ഒരു അനാലിസിസാണ് ഫസ്റ്റ് വേണ്ട മാർക്കറ്റ് മാപ്പിംഗ്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താ വെച്ചാൽ കസ്റ്റമർ ഡേറ്റാബേസാണ്. കസ്റ്റമർ ഡേറ്റാബേസിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കസ്റ്റമർ, അതായത് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച കഴിഞ്ഞ പ്രീവിയസ് കസ്റ്റമേഴ്സ്. രണ്ടാമത് നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റാബേസ് വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സ്. അന്നേരം നിങ്ങൾ 2 രീതിയിൽ ഈ കസ്റ്റമർ ഡേറ്റാബേസിനെ യൂസ് ചെയ്യണം. നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച കസ്റ്റമർ ആണെങ്കിൽ അതിന് പ്യുവറായിട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം, ഒരു CRM സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യണം. CRM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് CRMൻ്റെ അകത്ത് വേണ്ടത് കസ്റ്റമറുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, ഇൻ കേസ് നിങ്ങൾക്ക് അവരുടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അത് സ്ട്രെയിറ്റ് അവേ അല്ല ചോദിക്കുന്നത്. പലപ്പോഴും അവരോട് ചോദിക്കും മാമിൻ്റെ ബർത്ത്ഡേ എന്നാണ്, അല്ലെങ്കിൽ മാമിൻ്റെ ആനിവേഴ്സറി, അല്ലെങ്കിൽ സാറിൻ്റെ ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറി, അവരുടെ ബർത്ത്ഡേയ്സ്, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേയ്സ്. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ വളരെ ഒരു വലിയ ഡേറ്റാബേസാണ്. എന്തിനാണ് ഈ ഡേറ്റാബേസ് എല്ലാം കളക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അതിന് മാർക്കറ്റ് മാപ്പ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വോളിയം അനുസരിച്ച് ഇവിടെ ഒരു വാല്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോളിയം ചെയ്യാൻ പറ്റും. അന്നേരം ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? നമുക്ക് ലീഡ് ജനറേഷനാണ് വേണ്ടത്. ഈ ലീഡ് ജനറേഷൻ്റെ അകത്ത് എന്താ വേണ്ടത്? നമ്മളുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമറും പുതിയ കസ്റ്റമറേയും മിക്സ് ചെയ്തിട്ട് നമ്മൾ സെയിൽസ് കൂട്ടണം. എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ഡേറ്റാബേസ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ ഇവരെ നമുക്ക് റീറ്റെയിനർ പ്രോഗ്രാംസ് ചെയ്യാം, കസ്റ്റമർ റീറ്റെയിനർ പ്രോഗ്രാംസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കസ്റ്റമർ വേറെ വെളിയിൽ പോയി വാങ്ങിക്കാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞത് ഇവരുടെ ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ്, അങ്ങനെ അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ബർത്ത്ഡേയും ആനിവേഴ്സറിയൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ആണല്ലോ. ആ ഡേയ്സിൽ നമുക്കൊരു വിഷ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ്. ഇപ്പം എൻ്റെ ബർത്ത്ഡേ മെയ്യിലാണ്. അതായത് മെയ് മാസത്തിൽ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിസ്റ്റർ ഷൈൻ ബീങ് എ വാല്യൂഡ് കസ്റ്റമർ, ഷൈനിന് മെയ് മാസത്തിൽ ഞങ്ങളിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ യു വിൽ ഗെറ്റ് X% ഡിസ്കൗണ്ട് ഓർ X+Y ഗിഫ്റ്റ്. ഇത് പറയുന്നതിനോ അവരെന്നെ പേഴ്സണലി കെയർ ചെയ്യുന്നുള്ള ആഗ്രഹവും ഞാൻ വാങ്ങിക്കാനുള്ളൊരു ബൈറ്റുമായി, അല്ലെങ്കിൽ ഒരു ഏർജൻസിയായി. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് വർക്ക് ചെയ്യുന്നത്. ഇനി ന്യൂ ഡേറ്റാബേസ് വരുമ്പോഴത്തേന് നമുക്ക് അവരെ കൊണ്ടുവരാനുള്ള ബൈറ്റ്സ് നമുക്ക് അതിൻ്റെ അത് ഇടാൻ പറ്റും. ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഓഫേഴ്സ്, ഡിസ്കൗണ്ട്, കൂപ്പൺസ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അന്നേരം ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ സെയിൽസിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് നമ്മൾ സംസാരിച്ച പോലെ കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താ അവരുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നതാണ് എപ്പോഴും ഒരു ഇഷ്ടമുള്ളത്. നമ്മളെപ്പോഴും ഹാപ്പി കോളിങ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസിന് 1 മാസം കഴിഞ്ഞിട്ട് തൊട്ട് 3 മാസം കൂടുമ്പോൾ കസ്റ്റമറെ വിളിക്കണം. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് സർവീസ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെമോയുടെ കാര്യത്തിലായാലും അവരുടെ സർവീസിൻ്റെ കാര്യത്തിൽ. അന്നേരം ഈ പേര് വിളിച്ച് സംസാരിക്കുമ്പം പേരിൻ്റെ കൂടെ എപ്പോഴും അവരുടെ വയസ്സ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മാം, അല്ലെങ്കിൽ സർ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡ് ഓബിയസ്ലി നിങ്ങൾക്കറിയാം ചേട്ടാ എന്നുള്ളൊരു വിളിയുണ്ട്. ചേട്ടാ ഈസ് ഓൾസോ ഓക്കെ ഫോർ ദി ടെറൈൻ. ആ ടെറൈൻ ഏതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയാണെങ്കിലും തീർച്ചയായിട്ടും കസ്റ്റമറുമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റ് വളരെ വലുതായിരിക്കും. അതിൻ്റെ സെയിൽസ് കൂടാനായിട്ട് ആക്ച്വലി എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന 3 വേർഡ്സ് ഉണ്ട്. ഒന്ന് PEU എന്നാണ്. P ഈസ് വാട്ട്? പ്രിപ്പറേഷൻ. നമ്മളൊരു കസ്റ്റമറോട് സംസാരിക്കുന്ന മുന്നേ നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി, ആ കസ്റ്റമറെ പറ്റി പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ E ഈസ് ഇമോഷൻ. അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഇമോഷണൽ കിടക്കണം. സാറൊന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സാറ് നോക്കിയ പ്രോഡക്ട്സിൻ്റെ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സാർ വാങ്ങിച്ച പ്രോഡക്ട്സ് 5 വർഷം കഴിഞ്ഞു, ഇത് 6ാമത്തെ വർഷമാണ്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു. മൊബൈലാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം വാങ്ങിക്കും. അത് ഇമോഷൻസ് എന്നാണ് ഇതിന് പറഞ്ഞത്. U ഈസ് അർജൻസി. ഏത് പ്രോഡക്റ്റിനും ഒരു അർജൻസി കൊടുത്തില്ലെങ്കിൽ അവർ പറയും പിന്നെ തരാം, പിന്നെ വാങ്ങിക്കാം, നാളെ ആവട്ടെ. അന്നേരം എപ്പോഴും സെയിൽസ് പിച്ചിൻ്റെ അകത്ത് എപ്പോഴും ഒരു PEU ആണ്.
അത് എപ്പോഴും ശ്രദ്ധിക്കുക. സെയിൽസ് നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PU വീക്ക് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മാർക്കറ്റ് മാപ്പിംഗ്, സെക്കൻഡ് പറഞ്ഞത് കസ്റ്റമറിൻ്റെ ഡേറ്റാബേസ്, CRM പോലത്തെ ഡേറ്റാബേസിൻ്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാനുള്ളത്. മൂന്നാമത് വന്ന് കസ്റ്റമറായി, മാർക്കറ്റായി. നമ്മൾ മൂന്നാമത് വർക്ക് ചെയ്യേണ്ടത് ക്രിയേഷൻ ഓഫ് ഇന്നോവേഷൻ. അതായത് കസ്റ്റമർക്ക് എന്തെന്നും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അതിന് ഒരു അനാലിസിസ് തന്നെയുണ്ട്. അതിന് ABCDE അനാലിസിസ് എന്നാണ് പറഞ്ഞത്. അന്നേരം A ഈസ് ഫോർ അനലൈസിങ് ദി സിനാരിയോ, B ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. അതായത് ഈ സിനാരിയോ ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C ഈസ് ക്രിയേഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്. ഇതിനെപ്പറ്റി ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം ഈ ക്രിയേഷനെ പറ്റിയിട്ട്. പിന്നെയുള്ള ABCD. D ഈസ് ഡെലിവറിങ് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം. ഒന്ന് ബൊട്ടീക്സ് ബിഫോർ ടൈം എപ്പോഴും ചെയ്യുന്ന നല്ലതായിരിക്കും. ബിൽഡിങ്സ് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം വെഹിക്കിൾസും പലപ്പോഴും ഇപ്പോഴത്തെ ഈ യുദ്ധം പോലെയുള്ള ചില കലാപരിപാടി നടക്കുന്ന സമയത്ത് ഓൺ ടൈമിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഇതൊക്കെ ഒരു ഇമോഷണൽ കണക്ട് സാധനമാണ്. അന്നേരം നമുക്ക് ആ ഡെലിവറി പറയുന്നതിന് മുന്നേ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്രിയേഷൻ്റെ അകത്ത്. അല്ലെങ്കിൽ ഈ ക്രിയേഷൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വെച്ചാൽ ആ ഒരു ഇമോഷണൽ മൊമെൻറ്റ്. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് അന്ന് ഞാൻ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം എനിക്ക് കാറ് കിട്ടിയില്ല. പക്ഷേ അത് ഞാൻ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്നത് വെച്ചാൽ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ അന്നേരം നമുക്കിപ്പോഴും ഡെലിവറി ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ABCD അനാലിസിസ്. ഈസ് ഇവാലുവേഷൻ ഓർ ഇമോഷൻ. മനസ്സിലായി? ആ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ക്രിയേഷനിൽ കൂടുന്നത്. ഒരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സബ്വേസിൽ പോയിട്ടുണ്ടോ? സബ്വേസിൽ പോകുമ്പോൾ എന്താ കണ്ടിരിക്കുന്നത്? അവർ ഒരു 3-4 ടൈപ്പ് ബ്രെഡ് കാണിക്കും. ബ്രൗൺ ബ്രെഡ്, ജീര ബ്രെഡ്, വോട്ടോവർ. ആ ഒരു 3-4 ബ്രെഡ്സ്. പിന്നെ അതിൻ്റെ അകത്ത് വെക്കേണ്ട പേസ്റ്റിൻ്റെ അകത്ത് തന്നെ പലതാണ്. മയോണീസ് ഉണ്ട്, ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അല്ലാതെ സോസസ്. അതിൻ്റെ അകത്ത് പിന്നെ വെജിറ്റബിൾ വെക്കണോ, ഓണിയൻ വെക്കണോ, ചിലർക്ക് ഓണിയൻ ഇഷ്ടമല്ല, ചിലർക്ക് കുക്കുംബർ ഇഷ്ടമല്ല. അന്നേരം ഇത് ക്രിയേറ്റ് ചെയ്താരാണ്? സബ്വേയുടെ ഒരു ബൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. വിച്ച് ഈസ് ക്രിയേഷൻ. ഇൻ കേസ് അത് കൊള്ളൂലെന്ന് വെച്ചോ, നമ്മൾ ആ ഉണ്ടാക്കിയവനെ ചീത്ത പറയുമോ? ഞാൻ സാധനം മയോണീസ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കും. ഈ ക്രിയേഷൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കസ്റ്റമർ കുറ്റം പറയാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. മനസ്സിലായില്ല? അന്നേരം നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ അകത്തും ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് എ ക്രിയേഷൻ ഓഫ് പ്രോഡക്ട്സ് ലൈക്ക് സബ്വേ വിച്ച് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ യുവർ കസ്റ്റമർ ഡേറ്റാബേസ്. പിന്നെ ഉള്ളത് മാനുഫാക്ചർ ലെഡ് ഇന്നോവേഷൻ ആൻഡ് കസ്റ്റമർ ലെഡ് ഇന്നോവേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതി കഴിഞ്ഞാൽ മാനുഫാക്ചർ ലെഡ് ഇന്നോവേഷനും കസ്റ്റമർ ലെഡ് ഇന്നോവേഷനും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 3M എന്നുള്ള ഈ വണ്ടിയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതിൽ മാനുഫാക്ചറിങ് ആയിട്ട് ഒരു സാധനം വർക്ക് ചെയ്തപ്പോൾ അവർക്ക് $19 മില്യൺ കച്ചവടം നടന്നു. വേറെ കസ്റ്റമറിൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പം ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നത് 3Mൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. ആ പ്രോഡക്റ്റ് അവർ കസ്റ്റമറുമായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത് $150 മില്യൺ ബിസിനസ് നടന്നെന്നുള്ളതാണ് സയൻസ് പറയുന്നത്. സോ വി ക്യാൻ ഫോളോ ദി സയൻസ് അല്ലേ? അന്നേരം ഈ പോയിൻറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കുക. ഒന്ന് ക്രിയേഷൻ, 2 മാനുഫാക്ചർ ലെഡ് ആൻഡ് കസ്റ്റമർ ലെഡ് ഇന്നോവേഷൻസ്. ബട്ട് കസ്റ്റമർ ലെഡ് ഇന്നോവേഷൻസ് ആണ് എപ്പോഴും മുൻതൂക്കം കിട്ടുന്നത്. ഓക്കെ, ഈ 3-4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ സെയിൽസ് 100% കൂടും എന്നുള്ളതാണ് എൻ്റെ സെയിൽസ് കൺസൾട്ടൻസിയിലുള്ള എക്സ്പീരിയൻസ്. കസ്റ്റമർ വാല്യൂ കൂട്ടാനുള്ള അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞത് ലോയൽറ്റിയാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഡേറ്റാബേസിലെ കസ്റ്റമറിൻ്റെ സെയിൽസ് വാല്യൂസ് മനസ്സിലാക്കിയിട്ട് യു ഷുഡ് ഹാവ് എ ലോയൽറ്റി പ്രോഗ്രാം. ആൻഡ് ലോയൽറ്റി പ്രോഗ്രാമിൽ തന്നെ ഇറ്റ് ഷുഡ് ബി എ 3 ലെയർ ലോയൽറ്റി പ്രോഗ്രാം. അതായത് ലോ എൻഡ് കസ്റ്റമർ, മിഡ് എൻഡ് കസ്റ്റമർ, അപ്പർ ക്ലാസ് കസ്റ്റമർ. എന്നിട്ട് ഈ ലോ എൻഡ് കസ്റ്റമർ അല്ലെങ്കിൽ ലോ വാല്യൂ കസ്റ്റമറെ നമുക്കെങ്ങനെ മിഡ് എൻഡ് കസ്റ്റമർ ആക്കാൻ പറ്റും, മിഡ് എൻഡ് കസ്റ്റമർ നമുക്കിങ്ങനെ അപ്പർ വാല്യൂ ബിസിനസ്സിലേക്ക് മാറ്റാൻ പറ്റും. ഇതെല്ലാം ഈ ലോയൽറ്റി പ്രോഗ്രാംസിൽ കണക്റ്റഡ് ആണ്. ഈ സിമിലർലി ലോയൽറ്റിക്കകത്ത് 2 സെഗ്മെൻ്റ് ഉണ്ട്. വൺ ഈസ് ഫിനാൻഷ്യൽ കണക്റ്റ് ആൻഡ് അനദർ വൺ ഈസ് ഇമോഷണൽ കണക്റ്റ്. ഇമോഷണൽ കണക്റ്റ് എന്താ? യു ക്യാൻ സെൻഡ് എ ലെറ്റർ, സർ വി ആർ ഹാപ്പി ടു അനൗൺസ് ദാറ്റ് സാർ എൻ്റെ ഈ മാസത്തെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ സാറിൻ്റെ വാല്യുബിൾ ടേൺ ഓവറിനോ എന്തെങ്കിലും ഒരു ലെറ്റർ, ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു SMS, ഇതൊക്കെ നിങ്ങൾക്ക് ഇമോഷണൽ കണക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യും. ഫിനാൻഷ്യൽ എന്താ വെച്ചാൽ നിങ്ങൾ അപ്ഗ്രേഡ് അനുസരിച്ച്
അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനാണ് ഫിനാൻഷ്യൽ ലോയൽറ്റീസ് എന്ന് പറയുന്നത്. അന്നേരം ലോയൽറ്റി പ്രോഗ്രാം ഈസ് മസ്റ്റ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ വാല്യൂ ഇൻ ബിസിനസ്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട അടുത്ത ഏറ്റവും വലിയ സാധനം എന്ന് വെച്ചാൽ ഡിലൈറ്റ്ഫുൾ സർപ്രൈസസ് ആണ്. നിങ്ങൾ പലപ്പോഴും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ ഒക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ എയർ ഇന്ത്യയുടെ എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കൽ ദുബായി പോയിട്ട് തിരിച്ചു വരുന്നതിന് എൻ്റെ കയ്യിലുള്ളത് എക്കണോമിക് ടിക്കറ്റാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ദുബായിൽ നിന്ന് തിരിച്ചു വന്നപ്പം ഐ ഹാവ് ട്രാവൽ ഇൻ ഫസ്റ്റ് ക്ലാസ്. അതൊരു റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ബീയിങ് ആൻ എംപ്ലോയ് അറ്റ് ദാറ്റ് ടൈം, വർഷങ്ങൾക്ക് മുന്നേ ആസ് ആൻ എംപ്ലോയ് ഞങ്ങളുടെ ഒരു ഓഫീസ് ആവശ്യത്തിന് പോയതാണ്. പക്ഷേ തിരിച്ചു വന്നതിന് ലക്കിലി ഐ ഗോട്ട് അപ്ഗ്രേഡഡ് ടു ബിസിനസ് ക്ലാസ്. ഇതിൽ അത് ഞാൻ പഠിച്ചപ്പം മനസ്സിലായതെന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ഒരു റിയൽ സ്റ്റഡി നടത്തിയപ്പം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. നിങ്ങൾ കൗണ്ടറിൽ ചെല്ലുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ മിനിമം ലഗേജ്, മാക്സിമം കംഫോർട്ട്, കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളെന്ന് വെച്ചാൽ കയ്യിൽ കുട്ടികളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ ബിസിനസ് ക്ലാസ്സിലെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് വരാത്ത ഒരാളും ഒരു എലിഗൻ്റ് ഒരു കസ്റ്റമറും തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും എന്നുള്ളതാണ് പിന്നെ പഠിച്ചത്. ഓക്കെ, പിന്നെ ഫ്രീക്വൻറ്റ് ട്രാവൽസ് ഉണ്ട്. അത് ബീങ് പാർട്ട് ഓഫ്, ഞാൻ അങ്ങനെ ഫ്രീക്വൻറ്റ് ഫ്ലയർ അല്ല ദുബായിലേക്ക്, പക്ഷേ ഇങ്ങനൊരു സാധനം കിട്ടും. അന്നേരം ഡു സിമിലർ കൈൻഡ് ഓഫ് ഡിലൈറ്റ് സർപ്രൈസ്, സന്തോഷം കൊടുക്കുന്ന സർപ്രൈസസ് കസ്റ്റമർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വിച്ച് വിൽ ഹെൽപ്പ് യു ടു റീറ്റെയിൻ ദി കസ്റ്റമേഴ്സ്. ആ റീറ്റെൻഷൻ മാത്രമല്ല ഇവരെ പ്രോഡക്റ്റ് അപ്സെല്ല്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽ എക്സ്പീരിയൻസ് ഓവർ വാല്യൂ ഫോർ മണി. നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുമ്പം റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ആ ഒരു 4 എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്ന് ഹീറോ ഹോണ്ട. നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാട്ടിൽ മൂല്യമുള്ളൊരു പ്രോഡക്റ്റാണ് ഹീറോ ഹോണ്ട. ടാറ്റ ഉപ്പ്, ശരിയല്ലേ, ടാറ്റ നമക്ക്. ടാറ്റ ഉപ്പ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ മൂല്യം ഉണ്ടെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പല്ലേ. സിമിലർലി അമൂലും ഇതുപോലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മൂല്യം ബാക്കിയുള്ള ആ സെഗ്മെൻറ്റിലുള്ള പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ദി എക്സ്പീരിയൻസ് ഈസ് മോർ വാല്യൂ ദാൻ ദി പ്രോഡക്റ്റ്. പിന്നെ വരുന്നത് ലൈഫ് ബോയ്. ഒബ്വിയസ്ലി അതിൻ്റെ വില കുറവാണെങ്കിലും പക്ഷേ അതിൻ്റെ ഗുണം മെച്ചം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പരസ്യത്തിൽ പറഞ്ഞത്. റെയ്മൺസ് അറിയാമല്ലോ, നമ്മൾ റെയ്മൺസിൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ ദി കംപ്ലീറ്റ് മാൻ എന്നാണ് അതിൻ്റെ പരസ്യം തന്നെ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പരസ്യത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു വെച്ചാൽ നമ്മുടെ പ്രോഡക്ട്സും ഇതുപോലെ ഒരു വാല്യൂ ക്രിയേഷൻ കൊണ്ടുവരണം. അത് പ്രൈസ് തന്നു കഴിയുമ്പോൾ അവർക്ക് തോന്നണം ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വളരെ വലുതാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങളുടെ സെയിൽ കൂടാനുള്ള സാധ്യത 100 അല്ല 101%. ആസ് പെർ ദി ഡിസ്കഷൻ ഞാനൊരു 7 ടിപ്സ് അല്ലെങ്കിൽ 7 സീക്രട്സ് ഓഫ് ഇൻക്രീസിങ് ദി ടേൺ ഓർ വാല്യൂ പറഞ്ഞനുസരിച്ച്, ഇൻ കേസ് നിങ്ങൾ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഇത് എത്താനുമായിട്ട് ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ദെയർ. അവർ ഓർഗനൈസേഷൻ ഈസ് കൺസൾട്ടിക്കോ, വി ആർ ഇൻ ടു കൺസൾട്ടിങ് ഓഫ് ഓർഗനൈസേഷൻസ്. അന്നേരം നിങ്ങൾക്ക് ഈ സെയിൽസ് ഗ്രോത്ത് മിനിമം 10% to 30% ഇൻ എ ഇയേഴ്സ് ടൈം ഈസ് പോസിബിൾ. ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് വി ആർ കമ്മിറ്റഡ് ആൻഡ് അവർ ഓർഗനൈസേഷൻ ഈസ് കൺസൾട്ടിക്കോ. താങ്ക് യു സോ മച്ച്. പ്ലീസ് കണക്ട് വിത്ത് us. We can help you out.